മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, സത്യം പറഞ്ഞാല് ഈ വാക്കുകൾ കേൾക്കാത്ത ഒരു ദിവസം പോലുമില്ല അല്ലേ? നമ്മൾ എല്ലായിടത്തും ഇത് കാണുന്നു, കേൾക്കുന്നു. പക്ഷെ പലരും കരുതുന്നത് എന്താന്നോ, ഇവ രണ്ടും ഒന്ന് തന്നെയാണെന്ന്. എന്നാൽ അവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ്. ഒന്ന് മറ്റൊന്നിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോ ആ ഒരു കൺഫ്യൂഷൻ നമുക്കങ്ങ് തീർക്കാം. എന്താണ് ഇവ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസമെന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, ഇതാണ് $1,000,000 ചോദ്യം. മെഷീൻ ലേണിംഗും ഡീപ് ലേണിംഗും ഒന്നല്ലേ? ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ അവരും ഒരുപക്ഷെ ഇത് രണ്ടും സെയിം ആണെന്നേ പറയൂ. പക്ഷേ സംഭവം അതല്ല. എന്തുകൊണ്ടാണ് ഇവ ഒന്നല്ലാത്തതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കാൻ നമ്മൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം എന്താണ് യഥാർത്ഥ വ്യത്യാസം എന്ന് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ ഒരു AI ഫാമിലി ട്രീ വെച്ച് ഇവയുടെ ബന്ധം മനസ്സിലാക്കും. അത് കഴിഞ്ഞ് രണ്ടിനെയും നേർക്കുനേർ നിർത്തി ഒന്ന് താരതമ്യം ചെയ്യും. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കും. അവസാനം ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരൊറ്റ കാര്യവും ഞാൻ പറഞ്ഞുതരാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യത്തെ പോയിന്റ്, എന്താണ് ഈ രണ്ടും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം? ഈ കൺഫ്യൂഷന്റെ അടിവേരിലേക്ക് നമുക്ക് പോവാം. കണ്ടില്ലേ, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഈ കോട്ടു പറയുന്നത് പോലെ പലരോട് ചോദിച്ചാലും ഇതേ മറുപടിയാവും കിട്ടുക. രണ്ടും ഒന്നാണ്. ഇതൊരു വളരെ സാധാരണമായ സംശയമാണ്. അപ്പോൾ കാര്യം ഇതാണ്, ഇവ തമ്മിൽ നല്ല ബന്ധമുണ്ട്, പക്ഷെ രണ്ടും ഒന്നല്ല. സത്യത്തിൽ ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ബന്ധം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. നമുക്കിതിനെ ഒരു ഫാമിലി ട്രീ പോലെ കാണാം. എങ്ങനെയാണെന്നല്ലേ? ഏറ്റവും വലുതിൽ നിന്ന് തുടങ്ങി ചെറുതിലേക്ക് വരാം. ഇതാണ് ആ ഫാമിലി ട്രീ. ഏറ്റവും മുകളിൽ ഏറ്റവും വലിയ ആശയം, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഇനി ഈ AI എന്ന വലിയ കുടക്കീഴിൽ വരുന്ന ഒരു പ്രധാന ഭാഗമാണ് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ML. ഇനി ആ മെഷീൻ ലേണിംഗിന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് ഡീപ് ലേണിംഗ് അല്ലെങ്കിൽ DL. സിമ്പിളായി പറഞ്ഞാൽ എല്ലാ ഡീപ് ലേണിംഗും മെഷീൻ ലേണിംഗ് ആണ്, പക്ഷെ എല്ലാ മെഷീൻ ലേണിംഗും ഡീപ് ലേണിംഗ് അല്ല. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെയാണ്. എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിൾ ആണ്, പക്ഷെ എല്ലാ റെക്റ്റാങ്കിളും സ്ക്വയർ ആണോ? അല്ലല്ലോ. അത് തന്നെ സംഭവം. അപ്പോ എന്താണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. സാധാരണ നമ്മളൊരു കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കോഡ് എഴുതി കൊടുക്കും അല്ലേ? പക്ഷേ മെഷീൻ ലേണിംഗിൽ അങ്ങനെയല്ല. നമ്മൾ അതിന് ഒരുപാട് ഡേറ്റ കൊടുക്കും, എന്നിട്ട് പറയും ഈ ഡേറ്റയൊക്കെ നോക്കി ഇതിലെ പാറ്റേൺസ് നീയായിട്ട് കണ്ടുപിടിച്ച് പഠിച്ചോന്ന്. അങ്ങനെ ഡേറ്റയിൽ നിന്ന് സ്വയം പഠിച്ച് തീരുമാനമെടുക്കാൻ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്ന പരിപാടിയാണ് മെഷീൻ ലേണിംഗ്. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഫൺ എക്സാമ്പിൾ നോക്കിയാലോ? വിചാരിക്കുക, നമ്മളൊരു മോഡൽ ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രി പിസ്സ കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് ഇൻപുട്സ് കൊടുക്കും. 1, സമയം ലാഭിക്കാൻ പറ്റുമോ? 2, പൈസ ലാഭിക്കാൻ പറ്റുമോ? 3, ഇത് ഹെൽത്തിയാണോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓരോന്നിനും ഒരു പ്രാധാന്യം, അതായത് വെയിറ്റ് കൊടുക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം അല്ലേ? അപ്പോൾ അതിന് കൂടുതൽ വെയിറ്റ് കൊടുക്കും. അവസാനം ഈ മോഡൽ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കിഴിച്ച് ഒരു ഫൈനൽ ഔട്ട്പുട്ട് തരും. യെസ്, പിസ്സ കഴിച്ചോ? അല്ലെങ്കിൽ നോ, വേണ്ട. ഇതാണൊരു ബേസിക് മെഷീൻ ലേണിംഗ് മോഡൽ. ഓക്കെ, ഇനി ഡീപ് ലേണിംഗിലേക്ക് വരാം. ഇതും മെഷീൻ ലേണിംഗ് പോലെ ഡേറ്റയിൽ നിന്ന് പഠിക്കുക തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഡീപ് ലേണിംഗ് നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസ് പ്രവർത്തിക്കുന്ന പോലെ ഒരു സിസ്റ്റം ഉപയോഗിക്കും. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്കിന് ഒരുപാട് ലെയറുകൾ, അതായത് പാളികൾ ഉണ്ടാകും. ഡേറ്റ ഈ പാളികളിലൂടെ കടന്നുപോയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോ എന്തിനാണ് ഇതിനെ ഡീപ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്? ഡീപ് എന്ന് വെച്ചാൽ എന്താ? സംഭവം സിമ്പിളാണ്. ഒരു ന്യൂറൽ നെറ്റ്വർക്കില് ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും പിന്നെ അതിനിടയിലുള്ള ഹിഡൻ ലെയറുകളും ചേർത്ത് 3ൽ കൂടുതൽ ലെയറുകളുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡീപ്പ് എന്ന് വിളിക്കും. അത്രയുള്ളൂ കാര്യം. ആ ലെയറുകളുടെ ആഴമാണ് ഇതിനെ ആ പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടിനെയും നേർക്ക് നേർ നിർത്തി ഒന്ന് താരതമ്യം ചെയ്യാം. അപ്പോൾ വ്യത്യാസങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആവും. ഇനി ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ആദ്യത്തെ വ്യത്യാസം ഡേറ്റയാണ്. മെഷീൻ ലേണിംഗ് ചെറിയ ഡേറ്റാ സെറ്റിൽ പോലും വർക്ക് ചെയ്യും. പക്ഷേ ഡീപ് ലേണിംഗിന് അതിന്റെ ഫുൾ പവർ കാണിക്കണമെങ്കിൽ ഒരുപാട് ഡേറ്റ വേണം, ബിഗ് ഡേറ്റ. പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസം അടുത്തതാണ്, ഫീച്ചർ എക്സ്ട്രാക്ഷൻ. മെഷീൻ ലേണിംഗിൽ ഡീറ്റെയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഫീച്ചറുകൾ
ഏതാണെന്ന് നമ്മൾ മനുഷ്യർ തന്നെ കണ്ടുപിടിച്ച് സിസ്റ്റത്തിന് കൊടുക്കണം. എന്നാൽ ഡീപ് ലേണിംഗിന്റെ മാജിക് എന്താണെന്നോ അത് ഡേറ്റയിൽ നിന്ന് ഈ ഫീച്ചറുകൾ തനിയെ കണ്ടുപിടിച്ചു പഠിക്കും. അതുകൊണ്ട് തന്നെ ഡീപ് ലേണിംഗ് പലപ്പോഴും ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. അത് കറക്റ്റ് ഉത്തരം തരും, പക്ഷെ ആ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഈ ബ്ലാക്ക് ബോക്സ് എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു ബാങ്ക് ലോൺ അപേക്ഷ നിരസിക്കാൻ ഒരു AI മോഡൽ തീരുമാനിച്ചു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അതാണ് ഉത്തരം എന്ന് മോഡൽ പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. അതുപോലെ മെഡിക്കൽ രംഗത്തും ഒരു തീരുമാനം എങ്ങനെ എടുത്തൂന്ന് വ്യക്തമായി വിശദീകരിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഡീപ് ലേണിംഗിന്റെ ഈ ബ്ലാക്ക് ബോക്സ് സ്വഭാവം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ശരി, ഇപ്പൊ തിയറിയൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഇതൊക്കെ റിയൽ ലൈഫിൽ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം, അല്ലേ? കാരണം എല്ലാ പണിക്കും ഒരേ ഉപകരണം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ഇതും. നിങ്ങൾ ഒരുപക്ഷെ അറിയാതെ തന്നെ എല്ലാ ദിവസവും മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ ജിമെയിലിൽ വരുന്ന സ്പാം മെയിലുകൾ ഓട്ടോമാറ്റിക്കായി സ്പാം ഫോൾഡറിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ ഒരു സാധനം നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങൾ താഴെ വരുന്നത്. അതുപോലെ ബാങ്കുകൾ ഓൺലൈൻ തട്ടിപ്പുകൾ കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം മെഷീൻ ലേണിംഗിന്റെ കളികളാണ്. എന്നാൽ ഡീപ് ലേണിംഗ് കുറച്ചുകൂടി ഹെവി കാര്യങ്ങൾക്കാണ്. നിങ്ങൾ ഹേ ഗൂഗിൾ എന്ന് വിളിക്കുമ്പോൾ അത് നിങ്ങളെ മനസ്സിലാക്കുന്നതെങ്ങനെയാണ്? അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലുള്ള നിങ്ങളുടെ കൂട്ടുകാരുടെ മുഖം തനിയെ ടാഗ് ചെയ്യുന്നത്? ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഒരു ഭാഷ മറ്റൊന്നിലേക്ക് മാറ്റുന്നത്? ഇതെല്ലാം ഡീപ് ലേണിംഗിന്റെ മാജിക്കാണ്. ശബ്ദം, ചിത്രം, ടെക്സ്റ്റ് പോലെയുള്ള സങ്കീർണമായ ഡേറ്റ കൈകാര്യം ചെയ്യുന്നിടത്താണ് ഡീപ് ലേണിംഗ് ശരിക്കും തിളങ്ങുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒരൊറ്റ പോയിന്റിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരൊറ്റ ആശയത്തിലേക്ക് ഞാൻ ചുരുക്കിത്തരാം. ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒറ്റ കാര്യം ഓർത്തുവെച്ചാൽ മതി. മെഷീൻ ലേണിംഗിൽ ഡേറ്റയിൽ നിന്ന് എന്ത് പഠിക്കണം, ഏത് ഫീച്ചറുകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നൊക്കെ നമ്മൾ, അതായത് മനുഷ്യർ, സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഡീപ് ലേണിംഗിലോ നമ്മൾ വെറുതെ ഡേറ്റ കൊടുത്താൽ മതി. അതിലെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഏതാണെന്ന് മോഡൽ സ്വയം കണ്ടെത്തി പഠിച്ചോളും. ഇതാണ് ഇവ തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം. അപ്പൊ നമ്മൾ കാണുന്നത് ഡീപ് ലേണിംഗ് സങ്കീർണമായ പല ജോലികളും ഓട്ടോമേറ്റ് ചെയ്യാണ് മനുഷ്യന്റെ സഹായം കുറച്ചുകൊണ്ടുവരികയാണ്. ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനു മുന്നിലാണ് നിർത്തുന്നത്. ഈ ടെക്നോളജി ഇത്രയധികം വളരുമ്പോൾ മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ചിന്തയും ആവശ്യമുള്ള അടുത്ത വലിയ കാര്യം എന്തായിരിക്കും? ഇതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.